അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസും അതുപോലെ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഓക്കെ, ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ എന്തായിരുന്നു ഫ്രെയിംസ് എന്ന് പറയുന്നത്? നമുക്കിപ്പോൾ ഒരു ഈവന്റിനെയോ എന്തിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എന്താന്ന് പറയുന്നത് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മൾ അതിനെ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതില് നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഫ്രെയിംസിനെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നെന്ന് പറയുന്നത് ഇനർഷ്യൽ ഫ്രെയിം, ഓക്കെ, ഇനർഷ്യൽ ഫ്രെയിം എന്നും, ആൻഡ് രണ്ടാമതെന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഓക്കെ, നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഓക്കെ, അപ്പോൾ എന്താണ് ഇനർഷ്യൽ ഫ്രെയിം, എന്താണ് നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന കൺസെപ്റ്റ് വേണം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ അബൌട്ട് ഇനർഷ്യൽ ഫ്രെയിം എന്നോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ്, 2 ടൈപ്സ് ഓഫ് ഫ്രെയിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനർഷ്യൽ ഫ്രെയിം ആൻഡ് നോൺ ഇനർഷ്യൽ ഫ്രെയിം ആണ്. അപ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇപ്പോൾ ഉത്തരം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ ഇനർഷ്യ എന്ന പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്ന വെച്ച് കൺസെപ്റ്റ് എടുത്താൽ മതി. ഇനർഷ്യ എവിടെയാണ് വരുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിലാണ്. അപ്പോൾ ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻസ് ഒബേ ചെയ്യുന്ന, ഓക്കെ, ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻസ് ഒബേ ചെയ്യുന്ന ഫ്രെയിമുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും ഇനർഷ്യൽ ഫ്രെയിമുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ന്യൂട്ടന്റെ കൺസെപ്റ്റ് ഒബേ ചെയ്യുന്നുണ്ട്. ദെൻ കോൺസ്റ്റന്റ് വെലോസിറ്റി മീൻസ് ഇപ്പോൾ ഇതൊരു ഫ്രെയിം ആണെന്ന് വെച്ചോളൂ. ഓക്കെ, ഇതൊരു ഫ്രെയിം ആണ്. ഇത് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യും. ഇപ്പോൾ 20 km/s എന്ന വെലോസിറ്റി ആണെങ്കിൽ, 20 m/s എന്ന വെലോസിറ്റി ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ 20 m/s എന്ന വേഗതയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബൈക്കിന്റെ സ്പീഡോമീറ്ററിന് എപ്പോഴും 60ലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 60 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ വെലോസിറ്റി വെച്ച് കോൺസ്റ്റന്റ് വെലോസിറ്റി, നിങ്ങൾക്ക് അവിടെ ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ നിങ്ങൾ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? 60 എന്നുള്ളടത്ത് 80 ആവും, 80 എന്നുള്ളടത്ത് 100 ആവും, ഇങ്ങനെ കൂടി കൂടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആക്സിലറേറ്റഡ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിലറേഷൻ കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എടുത്തിരിക്കുക അതിനകത്ത്. അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിം മീൻസ് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇപ്പോൾ നിങ്ങൾ 20 മീറ്ററിലാണ് km/s പോകുന്നതെങ്കിൽ 20 ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക? വണ്ടി ഓടിക്കും. അപ്പോൾ അതാണ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് മീൻ ചെയ്യുന്നത്. പക്ഷേ ഇനർഷ്യൽ ഫ്രെയിംസ് ആണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്. ന്യൂട്ടന്റെ ലോസ് എല്ലാം ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലോയുടെ കാര്യങ്ങളെല്ലാം അവിടെ ഒബേ ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് ആണ്. അപ്പോൾ നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ത് ചെയ്യുന്നില്ല? ന്യൂട്ടന്റെ ലോസ് ഒന്നും ഒബേ ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഒബേ ചെയ്യില്ല എന്നല്ല, വാലിഡ് അല്ല എന്ന് പറയുന്നത് കുറച്ചൊരു ആക്യുറേറ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബേ ചെയ്യുന്ന മീൻസ് അവിടെ എന്തോ നമുക്ക് റെസ്ട്രിക്ഷൻ പോലെ വന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വാലിഡിറ്റി ഇല്ല, നോട്ട് വാലിഡ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനൊക്കെ നമ്മൾ പറയുന്ന പേര് ആക്സിലറേറ്റഡ് ഫ്രെയിംസ് എന്ന്. ഓക്കെ, ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആണ് എന്ത് ചെയ്യുന്നത്? നോൺ ഇനർഷ്യൽ ഫ്രെയിമുകളെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്ന എ കോർഡിനേറ്റ് സിസ്റ്റം ഫ്രം വിച്ച് മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് നോൺ ആസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ഒരു മോഷൻ, ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്ത കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസും ഇനർഷ്യൽ ഫ്രെയിംസും തമ്മിലുള്ള, ഇനർഷ്യൽ ഫ്രെയിംസ് അല്ല, ഇനർഷ്യൽ ഫ്രെയിംസും നോൺ ഇനർഷ്യൽ ഫ്രെയിംസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യമായിരുന്നു ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനർഷ്യൽ ഫ്രെയിമുകളിൽ വരുന്നതാണ് എന്ത്? ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനർഷ്യൽ ഫ്രെയിമുകളിൽ. അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ നമ്മളവിടെ നോക്കിയിരുന്നു. ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളൊരു ഇനർഷ്യൽ ഫ്രെയിം ഉണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് ഇനർഷ്യൽ ഫ്രെയിംസ് ഉണ്ട്, രണ്ട് ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമും, എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമും മറ്റൊന്നെന്താണ്? എസ് ഡാഷ് എന്ന് പറയുന്ന മറ്റൊരു ഫ്രെയിമും. ഓക്കെ, അപ്പോൾ ഇത് എസ് ഡാഷ്, ഇത് എസ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞ ഫ്രെയിം എന്താണ്? സ്റ്റേഷനറി ഫ്രെയിം ആണ്. ഓക്കെ, മൂവ്മെന്റ് ഇല്ലാത്തൊരു ഫ്രെയിം ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റോഡിന്റെ സൈഡിൽ നിന്നിട്ട് ഒരു മൂവ് ചെയ്യുന്ന ബസ് നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡിന്റെ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ്? സ്റ്റേഷനറി ആണ്. നിങ്ങൾ അവിടെ മൂവ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഗേറ്റിന്റെ അടുത്തായിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ ഒരു ബസ് പോയി. അപ്പോൾ നിങ്ങൾ ബസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നിങ്ങളുടെ ബസ് എന്ന് പറയുന്നത്, ബസ്സിൽ ഒരു ഫ്രണ്ട് ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ബസ്സിലിരിക്കുന്ന ഫ്രണ്ടിനെ സംബന്ധിച്ച് ബസ് എന്താണ്? മൂവ്മെന്റ് ഉള്ള ഫ്രെയിമാണ്. അപ്പോൾ അതാണ് മൂവ് ചെയ്യുന്ന ഫ്രെയിം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബസ് അല്ലെങ്കിൽ ഫ്രെയിം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രെയിം ആയിരിക്കും. എസ് ഡാഷ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഉള്ള ഫ്രെയിം ആയിരിക്കും.
അപ്പോൾ ഇവർ തമ്മിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്താൽ പറയുന്നത് ഓക്കെ അറിയാലോ. അപ്പോൾ എന്ത് ചെയ്യണം, ക്ലാസ് സെക്ഷൻസ് എടുത്ത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒരു റിവിഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഫ്രെയിം ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രെയിമിലെ മോഷൻ നമുക്ക് അവിടെ ഇതിന്റെ എക്സ് എന്നും ഒ എന്നും ഇസഡ് എന്നും നമുക്ക് പറയാം. ടൈമിനെ ടി എന്നും പറയും. ഓക്കെ, അപ്പോൾ എസ് ഡാഷിൽ വരുന്ന സമയത്ത് അതെന്തായിട്ട് മാറും, എക്സ് ഡാഷ് ഒയ് ഡാഷ് ഇസഡ് ഡാഷ് ആൻഡ് ടി ഡാഷ് എന്നായിട്ട് എന്ത് മാറും, എസ് ഡാഷ് ഫ്രെയിമിന്റെ കോർഡിനേറ്റുകൾ മാറും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് എസിന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, എസ് ഡാഷ് ഫ്രെയിം മൂവ് ചെയ്യുന്നത് അതേ ടൈം ടി. ഓക്കെ, ടൈം ടിയിലാണ് മൂവ് ചെയ്യുന്നത്, എക്സ് ആക്സിലാണ്. അപ്പോൾ എക്സ് ആക്സിന് എലോങ് ആയിട്ട് മാത്രമേ ഇവിടെ മൂവ്മെന്റ് ഉള്ളൂ. എക്സ് ആക്സിന് എലോങ് ആയിട്ട് മാത്രം മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ എക്സ് കോർഡിനേറ്റിൽ മാത്രമേ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി ടി. ഓക്കെ, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി ടി എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി ടി വരുന്നു. ബാക്കി എന്തായിരിക്കും, ബാക്കി കോർഡിനേറ്റ് എല്ലാം വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ആയിരിക്കും. ആൻഡ് ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, അതവിടെ ഇസഡ് ആയിരിക്കും. ആൻഡ് ടി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ പറഞ്ഞ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലെ ഫ്രെയിംസ് എന്താണെന്ന് നോക്കുക. ദെൻ ഒരു ചെറിയൊരു ഐഡിയ, ഓക്കെ, ഒരു ബ്രീഫ് ഐഡിയ, ഒരു 4 മാർക്കിനോ ഇനി എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചോദിക്കാം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണ്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, പറയാൻ പറ്റില്ലല്ലോ, പുതിയ പാറ്റേൺ ആണ് ഇനി ഫോളോ ചെയ്യുന്നതെങ്കിലോ പുതിയ ക്വസ്റ്റ്യൻ രീതി ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത്തരം ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യും. ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ, പിന്നെ അതിന്റെ കൂടെ ഏതെങ്കിലും സബ്സിഡറി ക്വസ്റ്റ്യൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യാം, അവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിരിക്കുക. അപ്പോൾ ആദ്യം ചെറുതായിട്ട് ഫ്രെയിംസ് ഒക്കെ എന്താണെന്ന് ഒരു ചെറിയൊരു ഐഡിയ, തീം ബ്രീഫ് ആയിട്ട് 1 or 2 സെന്റൻസ് മതി എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനർഷ്യൽ ഫ്രെയിംസിലാണ് എന്ത് ചെയ്യുന്നത്, ഇനർഷ്യൽ ഫ്രെയിംസിലാണ് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ സപ്ലൈ ചെയ്യുന്നതെന്ന് കൊടുക്കുക. ദെൻ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരച്ചിട്ട് വെലോസിറ്റി കാണിക്കണം. ദെൻ എസ് ഡാഷ് ഫ്രെയിമും കാണിക്കുന്നു. ദെൻ ഈ കണക്ഷൻ റിലേഷൻ അവിടെ കൊടുക്കുക. ഓക്കെ, നമ്മൾ അതിൽ ആ ഒരു കണക്ഷൻ റിലേഷൻസിന്റെ ഡെറിവേഷനൊക്കെ നോക്കിയതാണ് തോന്നുന്നത്. ഓക്കെ, എന്നാൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തായിരുന്നു അതിനകത്ത്. ഓക്കെ, എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഡെറിവേഷൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻസ് ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കുക, ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, പല ഡെറിവേഷൻസ് നമ്മൾ പിന്നീട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, നമ്മുടെ ന്യൂട്ടൺ മെക്കാനിക്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡിസ്കസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വരുന്നത് ഏതിന്റെ കീഴിലാണ്, ഇനർഷ്യൽ ഫ്രെയിംസിന്റെ കീഴിലാണ്. ഓക്കെ, ഈ നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറയാം, നിങ്ങൾക്ക് നോൺ ഇനർഷ്യൽ ഫ്രെയിംസിനെ കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡീസ് സിലബസിൽ പറയുന്നില്ല. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ കൊർലോൾസ് ഫോഴ്സ് എന്നും കൊർലോൾസ് എഫക്റ്റ് എന്നും, അതായത് നമ്മുടെ ഈ വിൻഡിന്റെയും ഹറിക്കെയിൻ കൊടുങ്കാറ്റിന്റെയൊക്കെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും, നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ, ടൈഡ്സ്, അങ്ങനെ കുറെ ഒരു ബ്രാഞ്ചാണ് നമുക്ക് ശരിക്കും ഈ നോൺ ഇനർഷ്യൽ ഫ്രെയിംസിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ, ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ഒക്കെ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. പിന്നെ ലിഫ്റ്റിന്റെ കേസ് നിങ്ങൾ 12th പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരാൾ ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ആക്സിലറേഷനെ കുറിച്ചും. അപ്പോൾ അതൊക്കെയാണ് ഈ നോൺ ഇനർഷ്യൽ ഫ്രെയിംസ്. നിങ്ങൾക്ക് ഈ സിലബസിനകത്ത് നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇനർഷ്യൽ ഫ്രെയിംസ് മാത്രമാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിംസിനകത്ത് തന്നെയാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനും ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തായിരിക്കും, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അത് നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നിങ്ങൾ കണ്ട കാര്യമാണ്. നമ്മൾ ഈ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഒക്കെ പഠിച്ചിട്ടും നമുക്ക് ഇത് വെച്ചുകൊണ്ട് പിന്നെ സ്പെഷ്യൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊരു കേസ് വന്നു. ഓക്കെ, നമ്മുടെ മൈക്കിൾസൺ മോറിലെ എക്സ്പെരിമെന്റിന്റെ ബേസിസിലൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുതിയൊരു ഫോർമുലേഷൻ കൊണ്ടുവന്ന് അതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ രണ്ടാണ്. ഒന്ന് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വേണ്ടിയിട്ട്, മറ്റൊന്ന് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമ്പൈൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം പറ്റുന്ന ടോപ്പിക്സ് എല്ലാം ഒന്ന് കവർ ചെയ്ത് പോവുക. എക്സ്പെഷ്യലി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും സ്കിപ്പ് ചെയ്യല്ല. ഓക്കെ, അത് കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മളിപ്പോൾ ഗലിയൻ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു. ഇനി ഇതിനൊരു ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ വേറൊന്നുമില്ല, ഈ എക്സ് ഇപ്പുറത്ത് വരും, എക്സ് ഡാഷ് ഇവിടെ വരും. ഓക്കെ, സൈൻ ഒന്ന് റിവേഴ്സ് ചെയ്യും. ഓക്കെ, ഇവിടെ പ്ലസ് ആവും. ഓക്കെ, അതാണ് ഇൻവേഴ്സ് ഗലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. ട്രാൻസ്ഫോർമേഷൻ മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോർഡിനേറ്റ് ഇരിക്കുന്നതിനെ മറ്റേ കോർഡിനേറ്റിൽ വെച്ച് സ്റ്റഡി ചെയ്യുക. അതാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അതാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ബേസിസിൽ തന്നെ പിന്നെ അവിടെ വെലോസിറ്റി ട്രാൻസ്ഫോം ചെയ്തു. ഓക്കെ, വെലോസിറ്റി നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, വെലോസിറ്റി ട്രാൻസ്ഫോം ചെയ്ത സമയത്ത് നമുക്ക് യു ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി എന്ന് കിട്ടി. ഓക്കെ, ബാക്കി എഴുതുന്നില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, യു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു യു വൈ എന്ന് കിട്ടും. യു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു യു ഇസഡ് എന്ന് കിട്ടും. അങ്ങനെ ഒരു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷനിൽ ഈ ഒരു കണ്ടീഷനാണ് കിട്ടിയത്. അതായത് യു എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി എന്നാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ആക്സിലറേഷൻ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കി. പക്ഷെ ആക്സിലറേഷൻ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എ എക്സ് എന്നാണ് കിട്ടിയത്. ഓക്കെ, അതുപോലെ എ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ആ എ വൈ എന്നായിരിക്കും വന്നത്. ആൻഡ് എ ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി, അതും എ ഇസഡ് എന്ന് തന്നെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഗലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ആക്സിലറേഷൻ ഇൻവാരിയന്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ഞാൻ ഇതുവരെ നോക്കി കണ്ടില്ല. ഇന്റേണൽ എക്സാമിന്റെ ക്വസ്റ്റ്യനുകൾ പല കോളേജുകളിലും ഇന്റേണൽ എക്സാമിന്റെ ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല വേറെ ഏതോ ഒരു എക്സാമിനേഷൻ ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ് ബന്ധപ്പെട്ട്. എനിക്ക് ഇനി MSc ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ എവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ ആക്സിലേഷൻ ഈസ് ഇൻവാരിയന്റ് അറ്റ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിന്റെ റിസൾട്ട് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതെനിക്ക് ഇപ്പോൾ ഓർക്കുന്നില്ല ഏത് ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ MScയുടെ ആണോ അതോ ഇനി ഏതെങ്കിലും കോളേജിലെ ഇന്റേണൽ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ ആക്സിലറേഷൻ ഈസ് ഇൻവാരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. നമുക്ക് ആ ഇൻവാരിയന്റ് മീൻസ് അവിടെ ചേഞ്ച് വരുന്നില്ല. നമുക്ക് പൊസിഷൻ എക്സ് മീൻസ് പൊസിഷൻ ആണ്, പൊസിഷന് ചേഞ്ച് വന്നു. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് വന്നു. പക്ഷെ അവിടെ വെലോസിറ്റിക്കും നമുക്ക് ചേഞ്ച് വന്നു. യു എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി എന്ന് വന്നു. പക്ഷെ നമ്മൾ ആക്സിലറേഷനിൽ ഇത് കൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ടാണ് ഇൻവാരിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ദ ആക്സിലറേഷൻ ഈസ് ഇൻവാരിയന്റ് അണ്ടർ ദ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു കൺസെപ്റ്റ്, ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോൺ ഇനർഷ്യൽ ഫ്രെയിംസിനെ കുറിച്ചും ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ സിലബസിൽ ഇതുവരെയും പറഞ്ഞിട്ടുമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനും ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കണ്ട. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഫിസിക്സ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നോൺ ഇനർഷ്യൽ ഫ്രെയിംസിനെ കുറിച്ചും ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു ബേസ് എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ. ഓക്കെ, എൻ്റെ വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തിട്ട് പിന്നെ അയച്ചു തരാം. ഓക്കെ, നോൺ ഇനർഷ്യൽ ഫ്രെയിമിനെ കുറിച്ചിട്ട് ഫിക്റ്റീഷ്യസ് ഫോഴ്സുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സിലബസ് നോക്കണമെന്നില്ല. ഓക്കെ, അത് നിങ്ങളുടെ ഇതിനകത്തില്ല, പറഞ്ഞിട്ടില്ല, ടെക്സ്റ്റിൽ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക് കഴിയുമ്പോൾ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന സെക്ഷനിലോട്ടാണ്. ഓക്കെ, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്കറിയാലോ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കൺസെപ്റ്റിനാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്നത്. അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഓർക്കുന്നതായിരിക്കും. നമ്മളവിടെ ഓക്കെ, അതായത് നമ്മുടെ യൂണിവേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഈതർ എന്നൊരു മീഡിയം നിറഞ്ഞു നിൽക്കുവാണ് എന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, ഈതർ അതായത് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സ്പേസ് ആണ്, വാക്യൂം സ്പേസ് ആണ്. നമ്മുടെ എർത്തിലെ അറ്റ്മോസ്ഫിയറിനകത്ത് മാത്രമേ നമുക്ക് ഓക്സിജൻ കണ്ടന്റ് അല്ലെങ്കിൽ എയർ കണ്ടന്റ് ഉള്ളൂ. അറ്റ്മോസ്ഫിയറിന് പുറത്ത് പോകുമ്പോൾ പിന്നെ വാക്യൂം ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഈ വാക്യൂം എന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന അവിടെയാണ് നമ്മൾ എന്ത് വിചാരിച്ചത്, ഈതർ എന്നൊരു മീഡിയം ഉണ്ട്. ഓക്കെ, ഈതർ എന്ന് പറയുന്ന ഒരു ജെല്ലി സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ മീഡിയം ആണ്. ഓക്കെ, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയം ഉണ്ട്. അപ്പോൾ ആ ഒരു മീഡിയത്തിൽ കൂടി ആ ഒരു കൺസെപ്റ്റ് വരാൻ കാരണം നമ്മൾ പല എക്സ്പീരിയൻസ് നോക്കിയപ്പോഴും, അതായത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബൈപ്പാസ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ഷൻ ആയാലും, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തിനും ശരിക്കും നമുക്കിവിടെ മെറ്റീരിയൽസ് ആവശ്യമാണ് നമുക്കിവിടെ മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ബൈപ്പാസ് ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു ശരിക്കും ലൈറ്റിനെ പാസ് ചെയ്യാൻ ഒരു മീഡിയം വേണമായിരിക്കും. ഓക്കെ, ഒരു പാത്ത് വേണമായിരിക്കും എന്ന് നമ്മളോട് എന്ത് കൺസെപ്റ്റ് എടുത്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈതറിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി നമ്മൾ അവിടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ഈ മൈക്കൽസൺ മോറിലെ എക്സ്പെരിമെന്റ് അല്ല, അതിന് മുന്നേയും പല എക്സ്പെരിമെന്റും കണ്ടെത്തിയിട്ടുണ്ട്.
ഓക്കെ. ഇത് ശരിക്കും ഒരുപാട് വർഷം മുൻപേ ഉള്ള ഒരു അസംപ്ഷൻ ആയിരുന്നു. ഓക്കെ. ഈതർ ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഈതർ ഹൈപ്പോത്തറ്റിക്കൽ മീഡിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതോടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റി? അങ്ങനെ ഒരു മീഡിയ ഇല്ല എന്ന് നമുക്കവിടെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതാണ് മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ്. അപ്പോൾ മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്ത അപ്പാരറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ ആണ്. നിങ്ങളിത് പഠിച്ചിട്ടില്ല ഇന്റർഫെറോമീറ്ററിനെ കുറിച്ചിട്ട്. അത് എസിക്സില് ഒപ്റ്റിക്സിനകത്താണ് ആ ഒരു കേസ് വരുന്നത്. ഓക്കെ. എസിക്സ് ഒപ്റ്റിക്സിനകത്ത് മൈക്കിൾസൺ ഇന്റർഫെറൻസ് ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഇന്റർഫെറോമീറ്റർ എന്നൊന്നും ചോദിക്കത്തില്ല. ഓക്കെ. ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അപ്പാരറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഈതർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത അറേഞ്ച്മെന്റ് നമ്മൾ 2 മിറേഴ്സ് എടുത്തു. M1 M2 എന്നൊരു മിറേഴ്സ് എടുത്തു. സെന്ററിൽ ഒരു ബീം സ്പ്ലിറ്റർ കണക്ട് ചെയ്തു. ആൻഡ് അതിന്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ സോഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബീം സ്പ്ലിറ്ററിന്റെ താഴെയായിട്ട് നമ്മളൊരു ടെലസ്കോപ്പും വെച്ചിട്ടുണ്ട് ഒബ്സർവേഷന് വേണ്ടിയിട്ടായിട്ട്. ഓക്കെ. അപ്പോൾ സോഴ്സ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ത് ചെയ്യും? നേരെ വന്ന് നമ്മുടെ ബീം സ്പ്ലിറ്ററിൽ വരും. ബീം സ്പ്ലിറ്ററിൽ വന്നിട്ട് അത് 2 ഭാഗത്തോട്ട് സ്പ്രെഡ് ആയി പോകും. ഒന്ന് M1ലോട്ടും മറ്റൊന്ന് M2ലോട്ടും. ഓക്കെ. അപ്പോൾ ഇവർ തമ്മിൽ ഫോം ചെയ്ത ലൈറ്റ് ശരിക്കും നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടും ഇവിടെ വന്ന് ഒരു ഇന്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ടെലസ്കോപ്പിലോട്ട് വന്നിട്ട് ഒരു ഇന്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതെല്ലാം നോർമലി നടക്കുന്ന കാര്യം. ഓക്കെ. ഇനി ഇൻ കേസ് നമുക്കവിടെ ഈതർ എന്നൊരു മീഡിയം ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ഈതർ എന്നൊരു മീഡിയം നമുക്ക് അവിടെ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു അല്ല സോറി ഫിക്സ് ചെയ്യുന്ന നമ്മൾ ശരിക്കും എർത്തില് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പാരറ്റസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളവിടെ കൺസെപ്റ്റ് എടുക്കുന്നത് എന്താണ്? ഒന്നുകിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് എടുക്കാം. ഓക്കെ. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഈതർ നീങ്ങുന്നു. ഓക്കെ. അത് നിങ്ങൾ ഈതർ മൂവ് ചെയ്യുന്നു എന്ന് എടുത്താൽ മതി. ഓക്കെ. എർത്തിന്റെ റൊട്ടേഷനോ അല്ലെങ്കിൽ ഈതർ മൂവ് ചെയ്യുന്നു എന്ന് എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ഈതർ മൂവ് ചെയ്യുവാണെങ്കിൽ ശരിക്കും എന്ത് ചെയ്യും? ആ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഫോമിലോട്ട് ഓക്കെ. ഈ ഗ്ലാസ് ജി എന്ന് വരുന്ന ഗ്ലാസ് പ്ലേറ്റിൽ വരുന്ന ആ ലൈറ്റ് റേസിന്റെ ഒരു ഡീവിയേഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് നേരെ വേറൊന്നുമില്ല. ശരിക്കും ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോകുന്ന ലൈറ്റ് ആയിരുന്നു. ഓക്കെ. ഒരു ലൈറ്റ് ആണ്. പക്ഷെ നമ്മുടെ ഈ ഒരു മീഡിയം ഇപ്പോൾ പേപ്പർ ആണ് ഒരു ഈ തരുന്ന മീഡിയം എങ്കിൽ നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. എൻ്റെ ടേബിളിൽ ഒരു പേപ്പർ ഇരിക്കുന്നു. ആ പേപ്പറിൽ ഞാൻ ഒരു കയ്യിൽ പേനയും പിടിച്ചിട്ട് ഞാൻ ഒരു വര സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പുറത്തെ കൈ കൊണ്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് ആ പേപ്പർ ഇങ്ങനെ വലിച്ചെടുപ്പോൾ ഒന്ന് നീക്കി. അപ്പോൾ ശരിക്കും ആ നീക്കുന്ന മീൻസ് അവിടെ ഒന്നുകിൽ ഈതർ മൂവ് ചെയ്യുന്നു വിചാരിക്കുക അല്ലെങ്കിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ. അവിടെ ഈതർ മൂവ് ചെയ്ത് നമുക്കൊരു കൺസെപ്റ്റ് എടുക്കാം. അപ്പോൾ ഈതർ മൂവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ വരയ്ക്കുമ്പോൾ ഉദ്ദേശിച്ച സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്തത്? സ്ട്രെയിറ്റ് ആയിട്ട് വരത്തില്ല. ഇത് ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇതേ കാര്യം തന്നെ അവിടെ ലൈറ്റിന് സംഭവിച്ചത്. ലൈറ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ അസംപ്ഷൻ ആണ് കേട്ടോ. അത് സംഭവിച്ചു എന്നല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇന്ന റിസൾട്ട് കിട്ടും എന്ന് നമ്മൾ അസംപ്ഷൻ എടുക്കുവാണ്. അപ്പോൾ അത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്തും അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ തരുന്ന മീഡിയം ഉണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ തരുന്ന മീഡിയം ഇല്ല എന്ന് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടേബിൾ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് വെക്കുക. ഒരു പേനയും ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് വലത് കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക? വരയ്ക്കാൻ ശ്രമിക്കും സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. അപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ബുക്കിനെ വലിച്ച് പിടിക്കുന്നത്. ഓക്കെ. അത് മുമ്പ് സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് ബുക്കിനെ വലിച്ച് പിടിക്കും. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ നോക്കുന്ന സമയത്ത് അത് സ്ട്രെയിറ്റ് ലൈൻ മാറിയിട്ട് ഒരു 45 ഡിഗ്രിയിലൊക്കെ തിരിഞ്ഞിട്ട് പോകും. ഓക്കെ. അപ്പോൾ അതേപോലെ ഒരു കേസാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈതർ എന്ന് പറയുന്ന മീഡിയം എന്ത് ചെയ്യുന്നു? ഈതർ എന്ന് പറയുന്ന മീഡിയം അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിന്റെ പാത്ത് ഒരു ഡീവിയേഷൻ വരുന്നു. ഈ ഡീവിയേഷൻ നമ്മൾ അവിടുത്തെ ഫ്രിഞ്ച് ഷിഫ്റ്റ് ആയിട്ട് ഒക്കർ ചെയ്യും എന്ന് നമ്മൾ അസംപ്ഷൻ എടുക്കുന്നത്. പക്ഷേ ഇതില് നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ഒന്നുകിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈതർ മൂവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് എർത്തിന്റെ റൊട്ടേഷൻ ഓൾറെഡി ഉണ്ടെന്നറിയാം. പക്ഷേ ഈതറിന്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ആ ഒരു വേരിയേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ എടുത്ത സമയത്ത് നമുക്ക് അവിടെ അത്തരത്തിലുള്ള ഒരു ഡീവിയേഷനോ വേരിയേഷനോ നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. ഓക്കെ. അവിടെ കിട്ടിയ ഫ്രിഞ്ച് ഷിഫ്റ്റിലോ അതിലൊന്നും നമുക്ക് പാത്ത് ഡിഫറൻസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. There is corresponding path difference C to delta t ആണ് which produces fringe shift which can be observed and detected. അപ്പോൾ ഈ C to delta t എന്ന ടേമിലുള്ള ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റ് ഒക്കർ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? അങ്ങനെ നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് നമ്മൾ നെഗറ്റീവ് റിസൾട്ട് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റും ഒക്കർ ചെയ്തില്ല. കാരണം എന്താണ്? ഈതർ എന്ന സാധനം ഉണ്ടോ? ഇല്ല. ഓക്കെ. നമുക്കറിയാം വാക്യൂം ആണെന്ന് അറിയാം. അപ്പോൾ ഈതർ എന്ന മീഡിയം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട? അങ്ങനത്തെ റിസൾട്ട് കിട്ടില്ല. ഓക്കെ. ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. ഓക്കെ. പക്ഷെ ഇല്ല. അതാണ് എന്ത് ചെയ്ത് നെഗറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ നെഗറ്റീവ് റിസൾട്ട് വെച്ചിട്ടാണ് പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിന്റെ ആ ഒരു കൺസെപ്റ്റ് എടുത്തുകൊണ്ട് പിന്നെ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഐൻസ്റ്റീൻ ഫോർമുലേറ്റ് ചെയ്തെടുത്തതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ.
അപ്പോൾ അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഐൻസ്റ്റീൻ നല്ല ശരിക്കും ഐൻസ്റ്റീൻ്റെ വൈഫ്, ഓക്കെ, മിലീവ എന്ന് പറഞ്ഞിട്ടൊരു വൈഫ്, ആദ്യത്തെ വൈഫാണ്. അപ്പോൾ അവരാണ് ബേസിക്കലി ഈ സ്പെഷ്യൽ തിയറിയുടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത കൺസെപ്റ്റ് എന്നല്ല, കുറച്ച് ഹിസ്റ്ററി അങ്ങനെ ഉണ്ട്. ഓക്കെ, ഐൻസ്റ്റീൻ ശരിക്കും ഐഡിയാസ് മാത്രമേ കൊടുത്തുള്ളൂ. അതിൻ്റെ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ വൈഫായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പക്ഷെ അവരങ്ങനെ വലുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല പുറത്തോട്ട്. നമുക്കറിയാവുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി എന്നാണ്. ഓക്കെ, ഹിസ്റ്ററിയിൽ ഇങ്ങനെ കുറച്ച് കൺസെപ്റ്റും അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ അറിയാൻ പറ്റും സ്പെഷ്യൽ തിയറിയെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? ആ നെഗറ്റീവ് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഒരു സ്റ്റേഷനറി മീഡിയമായി ഈതറിന് വെച്ചുകൊണ്ട് വയ്ക്കാൻ അളക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് തന്നെ എന്ത് ചെയ്യണം? ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആക്കി വയ്ക്കാനായിട്ടേ സാധിക്കുള്ളൂ. നമുക്കൊരു അസംഷൻ അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിന്റെ ഒരു നെഗറ്റീവ് റിസൾട്ടിന്റെ കേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ചിലർ ചോദിച്ചൊരു സംശയമുണ്ട്, ഇതിനകത്തൊരു ഗ്ലാസ് പ്ലേറ്റ്, ചില ബുക്കുകൾ നോക്കുന്ന സമയത്ത് ഒരു കോമ്പൻസേഷൻ ഗ്ലാസ് പ്ലേറ്റ് എന്നൊരു ഗ്ലാസ് പ്ലേറ്റ് വെക്കുന്നുണ്ട്. ശരിക്കും ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലത്തെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വരുന്ന ആ ഒരു പാത്ത് ഡിഫറൻസ് ക്ലിയർ ചെയ്യാനാണ്. അപ്പോൾ അത് നമ്മൾ ഒപ്റ്റിക്സിൽ, നിങ്ങൾ ഇന്റർഫെറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇന്റർഫെറോമീറ്റർ പറയുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ് സ്ലൈഡ് കാണിച്ചില്ല എങ്കിൽ അത് മിസ്റ്റേക്ക് ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിൽ ശരിക്കും നിങ്ങൾ ആ ഒരു ഗ്ലാസ് സ്ലൈഡ് കാണിച്ചില്ല എങ്കിലും കാണിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം നിങ്ങൾക്ക് ശരിക്കും ഇന്റർഫെറോമീറ്റർ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഗ്ലാസ് പ്ലേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആ ഒരു ഇത് നിങ്ങളായിട്ടില്ല. ഓക്കെ, കാരണം അത് ഇന്റർഫറൻസും പാത്ത് ഡിഫറൻസ് അങ്ങനെ കുറച്ച് കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കോമ്പൻസേഷൻ പ്ലേറ്റ് അവിടെ വെച്ചാലും വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ വയ്ക്കുന്നെങ്കിൽ അവിടെ സി എന്ന് കൊടുത്തിട്ട് കോമ്പൻസേഷൻ പ്ലേറ്റ് പ്ലേസ് ചെയ്തു എന്ന് വെക്കുക. ഫോർ ക്ലിയറിംഗ് ദ പാത്ത് ഡിഫറൻസ് എന്ന് കൊടുക്കുക. ഓക്കെ, അത് വയ്ക്കുന്നെങ്കിൽ ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ. ഈ M2 മിററിൽ ഇവിടെ ഈ ഒരു സൈഡിൽ ചരിച്ചാണ് ഇത് ഇതേപോലെ ഈ ഒരു ബീം സ്പ്ലിറ്റർ പോലെയാണ് ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത്. ഈ സൈഡിൽ പ്ലേസ് ചെയ്തത് മിസ്റ്റേക്കും ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർക്കുന്നില്ല. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റൽ അപ്പാരറ്റസിനെ മൊത്തത്തിൽ ഒന്ന് തിരിച്ചു നോക്കും. ഓക്കെ, എർത്തിന്റെ റൊട്ടേഷൻ അറിയാലോ, ഈസ്റ്റ് ടു വെസ്റ്റിന് രീതിയിലാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഈ മിറേഴ്സിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ഇനി മിറർ M1 M2 ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണോ ഈ ഒരു പ്രശ്നം എന്നറിയാനായിട്ട് നമ്മൾ ഈ അപ്പാരറ്റസിനെ മൊത്തം ഇങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നോക്കും. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടിയാൽ സെയിം നെഗറ്റീവ് റിസൾട്ട് തന്നെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ഇന്റർഫെറൻസ് എന്ന സെക്ഷനിൽ, ഇന്റർഫെറൻസ് അല്ല, മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിസിൽ നമ്മൾ കൊണ്ടുവന്ന രണ്ട് പോസ്റ്റ്ലേറ്റ് ആണ്. ഒന്നാമത്തത് ഫിസിക്സിലെ എല്ലാ ലോസും, അതായത് അതിനെ നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സെന്റൻസേ ഉള്ളൂ എന്ന് വെച്ചിട്ട് പഠിക്കാതെ പോകല്ലേ. ഓക്കെ, അത് വെറുതെ തോന്നും പോലെ എഴുതി വെക്കല്ലേ. അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ എക്സാക്ട് ആയിട്ടുള്ള രണ്ട് എവിഡൻസ് അല്ലെങ്കിൽ രണ്ട് കൺസെപ്റ്റുകളാണ്. ഓക്കെ, ഫണ്ടമെന്റൽ പോസ്റ്റ്ലേറ്റുകളാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഫിസിക്സിലെ എല്ലാ ലോസും എന്തായിരിക്കും? ഏത് ഇനർഷ്യൽ സിസ്റ്റത്തിലായാലും ഫിസിക്സിലെ എല്ലാ ലോസും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ എല്ലാ കേസിലും അല്ലെങ്കിൽ എല്ലാ ഇനർഷ്യൽ സിസ്റ്റത്തിലും സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നതാണ് സ്പെഷ്യൽ തിയറിയുടെ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് പോസ്റ്റ്ലേറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയ കൺസെപ്റ്റ് ആണ് അവിടുത്തെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് അവിടെ ആ ഒരു മൈക്കിൾസൺ മോറിലെ എക്സ്പെരിമെന്റിൽ ഒബ്റ്റെയിൻ ചെയ്ത നെഗറ്റീവ് റിസൾട്ടുകൾ. ഓക്കെ, മൈക്കിൾസൺ മോറിലെ എക്സ്പെരിമെന്റിൽ നമ്മൾ ഗലിയൻ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഫർദർ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോറൻസ് ട്രാൻസ്ഫോർമേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ നമ്മൾ ടൈമിനെ കൂടി ഒരു വേരിയിങ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ടൈമിനെ കൂടി, അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നതിനെ കൂടി ഒരു കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നത്? ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഗലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് മതി. പക്ഷേ എന്താണ്, ഗലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു, അതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഒരു ക്ലാസ്സിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് ഒന്നുകൂടി നോക്കി വെച്ചേക്കാം. നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ എഴുതാം. എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, ഈ വി എം എന്നൊക്കെ പറയുന്നത് അറിയാമോ? വി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ രണ്ട് ഫ്രെയിംസ് ഉണ്ടല്ലോ. ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിമും. ഓക്കെ, എസ് ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിമും.
അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു വെലോസിറ്റിയാണ് നമ്മൾ v എന്ന് പറയുന്നത് കേട്ടോ. ഈ വെലോസിറ്റി c ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, അത് 3 × 10⁸ എന്നായിരിക്കും. അപ്പോൾ ഇതാണ് പൊസിഷന്റെ അല്ലെങ്കിൽ എക്സിന്റെ ഒരു വേരിയേഷൻ. ബാക്കി വൈയും ഇസഡ് ആക്സിസ് ഒക്കെ സെയിം ആയിരിക്കും, കാരണം എക്സ് ആക്സിലുമായിട്ടാണ് മൂവ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മളോട് ആദ്യമേ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ടൈമിന്റെ ഇതുണ്ട്. ഓക്കെ, ടൈമിന്റെ എന്തായിരിക്കും, ദാറ്റ് ഈസ് t is equal to t dash plus vx/c² divided by root of 1 minus v²/c². ഓക്കെ, ഇതാണ് ടൈമിന്റെ. ഓക്കെ, ഞാനിപ്പോൾ എഴുതിയത് ഇൻവേഴ്സിന്റെ കേസാണ്. ഇത് രണ്ടും ഇൻവേഴ്സ് നമ്മൾ സാധാരണ എക്സ് ഡാഷിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇത് രണ്ട് ഇൻവേഴ്സ് ആണ്. നോർമലി ആക്കുന്ന സമയത്ത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എങ്ങനെ തിരിച്ചായാലും കുഴപ്പമില്ല, എങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, രണ്ടും സെയിം തന്നെ, ഒരു കോർഡിനേറ്റ് നിന്ന് മറ്റൊരു ട്രാൻസ്ഫോം ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നോർമൽ ആണെങ്കിൽ ഇത് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, ഇത് നോർമൽ ആണെങ്കിൽ ഇത് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് പക്ഷേ എക്സ് ഡാഷിന്റെ വാല്യൂ ആയിട്ട് കിട്ടത്തുള്ളൂ. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 minus v²/c² ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടൈമിന്റെ ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എക്സ് ബൈ c² ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 minus v²/c². ഓക്കെ, അപ്പോൾ ഇതാണ് ടി ഡാഷിന്റെയും എക്സ് ഡാഷിന്റെയും വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക, ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ ഇക്വേഷൻസ് ആണ്. ഓക്കെ, സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഇനി 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ചോദിച്ചാലും അവിടെ ആ ഒരു ഗിലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് നമ്മൾ പുതിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത്. ആൻഡ് ദീസ് ആർ ദ സെറ്റ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി. 1 മാർക്കിനൊക്കെ അത്രയും കൊടുത്താൽ മതിയാവും. നമ്മൾ കാരണം ഇക്വേഷൻ കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ കംപ്ലീറ്റ് ഡെറിവേഷൻ ഒക്കെ 1 മാർക്കിലൊന്നും എഴുതാൻ നിൽക്കുകയല്ല കേട്ടോ. ഇനി 1 മാർക്കിന് മാർക്ക് കുറഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടൊന്നും കംപ്ലീറ്റ് ഡെറിവേഷൻ ഒന്നും നിൽക്കുകയല്ലേ, ഫിഗർ ഒന്നും ഡ്രോ ചെയ്യണമെന്നുമില്ല. ഡ്രോ ചെയ്യുന്നത് കുഴപ്പമില്ല. ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് ലാസ്റ്റ് എസ് ഐ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല. എസ് ഐയും പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ, ആ പ്രോബ്ലത്തിലൊക്കെ ന്യൂമറിക്കൽസ് അല്ല കൂടുതൽ, ലഗ്രാഞ്ചിൻ, ഹാമിൽട്ടോണിയൻ, പിന്നെ കെപ്ലറിന്റെ ലോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ഇതൊക്കെ ആ ഒരു സ്ട്രക്ചർഡ് രീതിയിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് എഴുതേണ്ട അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്ന ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന്റെ കോൺസിക്വൻസ് ആണ്. ഓക്കെ, ലോറൻസ് ഇക്വേഷന്റെ കോൺസിക്വൻസ് ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്കറിയാം എന്താണ് ലെങ്ത് കോൺട്രാക്ഷൻ. ഓക്കെ, ലെങ്ത് കോൺട്രാക്ഷൻ. അപ്പോൾ എന്താണ് ലെങ്ത് കോൺട്രാക്ഷൻ? നമ്മളൊരു ഇനർഷ്യൽ ഫ്രെയിമിൽ നിൽക്കുവാണ്. ഓക്കെ, ഇനർഷ്യൽ ഫ്രെയിമിൽ ഞാൻ നിൽക്കുവാണ്, ഞാൻ എർത്തിൽ നിൽക്കുവാണ്. ഓക്കെ, എർത്തിൽ നിൽക്കുവാണ്. അപ്പോൾ v വെലോസിറ്റിയിൽ ഒരു റോഡ് എന്ത് ചെയ്യുന്നു, റോഡ് മീൻസ് ഒരു തടിയോ അല്ലെങ്കിൽ നമ്മളൊരു മീറ്റർ സ്കെയിലോ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് c ആണ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റിന്റെ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റിന് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്ന ഒരു വെലോസിറ്റിയിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എർത്തിൽ നോക്കുന്ന സമയത്ത് ശരിക്കും ഇതിന്റെ ലെങ്ത് എന്തായിട്ട് തോന്നും, കോൺട്രാക്ട് ചെയ്തതായിട്ട് തോന്നും. കോൺട്രാക്ട് ചെയ്യുക മീൻസ് ചുരുങ്ങുന്നതായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട്, നമ്മൾ താഴെ നോക്കുമ്പോൾ മുകളിൽ നിന്ന് പ്ലെയിൻ എങ്ങനെയാണ് തോന്നുന്നത്, ചെറുതായിട്ടല്ലേ. ഓക്കെ, അത് ഒരിക്കലും ലെങ്ത് കോൺട്രാക്ഷൻ അല്ല, അത് നമ്മുടെ കണ്ണിന്റെ വിഷന്റെ ഇതാണ്, ഇത്തിരി ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ സ്റ്റേഷനിൽ നമ്മൾ താഴെ നിന്നിട്ട് മുകളിലോട്ട് പ്ലെയിനിൽ നോക്കുന്നു. അപ്പോൾ പ്ലെയിനിൽ നോക്കുന്ന സമയത്ത് പ്ലെയിൻ നമുക്ക് ചെറുതായിട്ട് തോന്നും. അപ്പോൾ അതേപോലെയാണ് ഈ ലെങ്ത് കോൺട്രാക്ഷൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു, നമ്മൾ എർത്തിൽ നോക്കുന്ന സമയത്ത് മുകളിൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് കോൺട്രാക്ട് ചെയ്തേ തോന്നും. ഓക്കെ, അപ്പോൾ അതാണ് ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും എക്സാമ്പിൾ ഈ പ്ലെയിന്റെ കേസ് എഴുതല്, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ. ഓക്കെ, കാരണം അത് ചിലർക്ക് കൺഫ്യൂഷൻ ആവും ഇനി നമ്മൾ എവിടെ നിന്ന് നോക്കുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമ്മൾ താഴെ നിൽക്കുവാണ്, അതാണ് എസ് ഫ്രെയിം. അവിടെ മൂവ് ചെയ്യുന്ന ഫ്രെയിമാണ് എസ് ഡാഷ് ഫ്രെയിം. ഓക്കെ, അതിങ്ങനെ v വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് വെക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇനി ആ പ്ലെയിനിൽ ഇരുന്നുകൊണ്ട് ഒരാളെ പ്ലെയിനെ നോക്കണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്ലെയിന് കറക്റ്റ് വലിപ്പം അറിയാൻ പറ്റും. ഓക്കെ, പ്ലെയിനിൽ ഇരുന്നിട്ട് അയാൾ പ്ലെയിനെ നോക്കുന്നെങ്കിൽ അയാൾക്ക് കറക്റ്റ് വലിപ്പം അറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഈ റോഡിന്റെ നിന്നിട്ട്, അല്ലെങ്കിൽ റോഡ് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ തന്നെ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ റോഡിന്റെ ലെങ്ത് എന്തായിരിക്കും, ഇപ്പോൾ 1 മീറ്റർ ആണ് റോഡെങ്കിൽ 1 മീറ്ററിനെ തോന്നും. പക്ഷെ നമ്മൾ എർത്തിൽ സ്റ്റേഷനറി നിൽക്കുന്ന സമയത്ത് ഇത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ലെങ്ത് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്തതായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ അതാണ് ലെങ്ത് കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ലെങ്ത് കോൺട്രാക്ഷൻ എന്താണെന്ന്. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ എക്സാമിനേഷൻ എക്സാമ്പിൾ ചെയ്തത്, കാരണം അത് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണ്, രണ്ട് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഒരിക്കലും നമുക്ക് പ്ലെയിനിന്റെ ഒരു വേഗതയും സ്പീഡ് ഓഫ് ലൈറ്റിന് അപ്രോക്സിമേറ്റ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യാനും പറ്റില്ല. പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡിലൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, എസ് ഫ്രെയിം നമ്മൾ താഴെ നിൽക്കുന്ന ആളുടെ ഫ്രെയിമാണ്. എസ് ഡാഷ് ഫ്രെയിം എന്ന് പറയുന്ന ആ പ്ലെയിൻ്റെ ഫ്രെയിമാണ്. പ്ലെയിൻ മൂവ് ചെയ്യുവാണ്, സി വെലോസിറ്റിയിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു.
അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആ പ്ലെയിനിൽ ഇരുന്നിട്ട് ഒരാൾ പ്ലെയിനിന്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിപ്പം തോന്നും. പക്ഷെ താഴെ നോക്കുന്നത് നമുക്ക് പ്ലെയിന് തീരെയും ചെറുതായിട്ട് തോന്നും, ലെങ്ത് കോൺട്രാക്ട് ചെയ്തായിട്ട് തോന്നും. അങ്ങനെ കൺസെപ്റ്റ് എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ലെങ്ത് കോൺട്രാക്ഷൻ. ലെങ്ത് കോൺട്രാക്ഷന്റെ ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് L is equal to L0 root of 1 minus b square by c square. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് L0 മീൻസ് ഇറ്റ് ഈസ് ദ ആക്ച്വൽ ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ആക്ച്വൽ ലെങ്തോ പ്രോപ്പർ ലെങ്തോ, ഇപ്പോൾ പ്ലെയിൻ്റെ കേസ് പറഞ്ഞ പോലെ പ്ലെയിൻ്റെ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, പ്ലെയിൻ്റെ ഒറിജിനൽ ലെങ്ത് എത്രയാണെന്ന് അതിലിരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് L0 എന്ന് പറയുന്നത്. ഓക്കെ, L എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് ലെങ്ത് ആണ് L എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ L is equal to L0 root of 1 minus b square by c square. അപ്പോൾ ഇത് മൂവ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, സി എന്ന് പറയുന്ന സ്പീഡ് നമുക്ക് ഒരിക്കലും എക്സീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്ന സ്പീഡ് ഒരിക്കലും സ്പീഡ് ഓഫ് ലൈറ്റ് കഴിയത്തില്ല. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വെലോസിറ്റി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ആ വെലോസിറ്റി നമ്മൾ v എന്ന് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ v എന്ന് പറയുന്ന വെലോസിറ്റി. ഇനി അടുത്ത കൺസെപ്റ്റ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ അടുത്തൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ടൈം ഡയലേഷൻ ആണ്. ടൈം ഡയലേഷൻ. ഓക്കെ, അപ്പോൾ ടൈം ഡയലേഷൻ എന്ന് പറയുമ്പോൾ ഇതും എന്ത് തന്നെയാണ്, ആ രണ്ട് ഫ്രെയിമിൽ നോക്കുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ സ്പീഡിൽ പോകുന്ന ഫ്രെയിമിൽ ഇരിക്കുന്ന ആൾക്ക് ശരിക്കും എന്ത് ചെയ്യാം, ആ ടൈം കറക്റ്റ് ആയിട്ട് തോന്നാം. പക്ഷെ താഴെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ടൈം അവിടെ ഡയലേറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ ടൈം അവിടെ ലെസൺസ് കുറഞ്ഞതായിട്ട് എന്ത് ചെയ്യും അവിടെ തോന്നും. ഓക്കെ, ടൈം ഡയലേഷൻ, അതാണ് ടൈം ഡയലേഷൻ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു T0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് ഒന്ന് എഴുതി വെച്ച് പഠിക്കുക ആ ഇക്വേഷൻസ്. കാരണം പ്രോബ്ലം സെഷൻ ചോദിച്ചാൽ ഈസിയാണ്, ഏറ്റവും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പ്രോപ്പർ ലെങ്ത് അവിടെ തന്നിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി. ഏകദേശം കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം തന്നിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടൈം ഡയലേഷൻ്റെയും ലെങ്ത് കോൺട്രാക്ഷൻ്റെയും വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതാണ് നമുക്ക് അതിൽ വരുന്നത്. പിന്നെ ട്വിൻ പാരഡോക്സ് അറിയാലോ, അതും ഒരു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഒരു കോൺസിക്വൻസാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഇപ്പോൾ രണ്ട് ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ രണ്ടുപേർക്കും 20 വയസ്സായിട്ടെന്ന് വെച്ചോ. അപ്പോൾ 20 വയസ്സുള്ള ആൾ ഉയർത്തി നിൽക്കുവാണ്. അപ്പോൾ 20 വയസ്സുള്ള മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, ട്വിൻ ബി, ട്വിൻ എയും ട്വിൻ ബി എന്ന് വിളിക്കാം. അപ്പോൾ ട്വിൻ ബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യാണ്, പ്ലെയിൻ സ്പേസ് ഷിപ്പ് കയറി പോവുകയാണ്. സ്പേസ് ഷിപ്പിന്റെ സ്പീഡ് ഏകദേശം നമ്മുടെ ഒരു സ്പീഡ് ഓഫ് ലൈറ്റ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സ്പീഡാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ജേർണി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു ക്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു റോക്കറ്റിനകത്തുള്ള ഈ ക്ലോക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ ഇദ്ദേഹത്തിന് എർത്തിൽ നിൽക്കുന്ന ആളെ കാട്ടി, ഓക്കെ, എർത്തിൽ നിൽക്കുന്ന ആൾക്ക് ഒരു 10-80 വയസ്സൊക്കെ തോന്നിക്കും. പക്ഷെ ആ ഒരു സ്പേസ് ഷിപ്പിൽ വരുന്ന ആൾക്ക് എന്ത് ചെയ്യും, അവിടെ പ്രായം കുറഞ്ഞതായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ അതാണ് ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് ഒന്നുകൂടി എടുത്ത് പറയാം. രണ്ടുപേർക്ക് ഇപ്പോൾ 20 വയസ്സാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, രണ്ടുപേരും 20 വയസ്സിൽ ഒരാൾ സ്പേസ് ഷിപ്പിൽ കയറി പോവുകയാണ്. അപ്പോൾ അത് സ്പീഡ് ഓഫ് ലൈറ്റ് അടുപ്പിച്ച് സഞ്ചരിച്ചിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് എർത്തിൽ നിന്നയാൾക്ക് ഏകദേശം 80 വയസ്സ് അടുപ്പിച്ച് തോന്നും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യും, വയസ്സ് അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ട്വിൻ പാരഡോക്സ് എന്ന കൺസെപ്റ്റിൽ പറയുന്നത്. പിന്നെ അതിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ സ്പേസ് ടൈം, ലൈഫ് ടൈം എന്ന കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊന്ന് പറ്റുന്നുള്ളത് നോക്കി വെച്ചേക്കുക. സ്പേസ് ടൈമും അതൊക്കെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒന്നും പറയുന്നില്ല. മിൻകോവ്സ്കി സ്പേസും അതുപോലെ തന്നെ സ്പേസ് ടൈം, ലൈഫ് ടൈം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് അപ്പോൾ നോക്കി വെച്ചേക്കുക. നമ്മൾ റെക്കോർഡ് ക്ലാസ്സിൽ അന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറ്റുന്നുള്ളവർ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചാൻസ് കുറവായിരിക്കും, എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ പോലെ എന്ത് ചെയ്യാം, നോക്കി വെച്ചേക്കാം. പിന്നീട് വരുന്നത് വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി എന്ന കൺസെപ്റ്റ് ആണ്. മാസിന്റെ വേരിയേഷൻ വെലോസിറ്റിക്ക്, മാസ് വിത്ത് വെലോസിറ്റി, മാസിന്റെയും വെലോസിറ്റിയുടെയും വേരിയേഷൻ. അപ്പോൾ അവിടെ നമുക്ക് മാസ് എന്ത് ചെയ്യുന്നു, സ്പീഡ് ഓഫ് ലൈറ്റ് അപ്രോക്സിമേറ്റ് എടുക്കുന്ന സമയത്ത് മാസ് അവിടെ വെലോസിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു കൺസെപ്റ്റിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ മാസിന്റെ വേരിയേഷൻ. ഓക്കെ, അതായത് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കൺഫ്യൂഷൻ തെറ്റിപ്പോയതാണോ എന്ന് തോന്നും. കാരണം നമ്മൾ ആദ്യം പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമാണ് മാസ് കെ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, അതായത് മാസ് നമുക്ക് നിർമ്മിക്കാനോ ഇല്ലാതാക്കാനോ എന്ത് ചെയ്യില്ല, കഴിയില്ല. മാസ് കൺസേർവ്ഡ് ആണ്. ഒരു ക്വാണ്ടിറ്റി, ഒരു റിയാക്ഷൻ നടന്നാലോ ഒരു
എക്സ്പെരിമെന്റ് നടന്നാലോ അവിടെ മാസ് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. മാസ് നമുക്ക് ഒരിക്കലും നശിപ്പിക്കാനോ ചെയ്യാനോ പറ്റത്തില്ല എന്നൊരു കൺസെപ്റ്റ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ മാസ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഫേസ് തന്നെ മാറുവാണ്. എനർജി മീൻസ് ഒരു വേവ് ഫേസ് ആണ്, വേവ് നാച്ചർ. മാസ് മീൻസ് അതിനൊരു പാർട്ടിക്കിൾ നാച്ചർ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നേരെ എന്ത് ചെയ്യുന്നു, വേവിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മാസിൽ നിന്ന് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ നടക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് മാസ് അവിടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ ആ ഒരു പ്രോസസ്സിലൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ മാസിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഡിസ്കസ് ചെയ്ത് എം ഇസ് ഈക്വൽ ടു m0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, ഇതാണ് മാസിന്റെയും വെലോസിറ്റിയുടെയും വേരിയേഷൻ. ഇത് മാസ് വേരിയേഷൻ വിത്ത് വെലോസിറ്റി ആണ്. ഇനി മാസ് എനർജി റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഓക്കെ, രണ്ടും കൂടി കൺഫ്യൂഷൻ ആക്കല്ലേ. മാസിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി, ഇവിടെ ശരിക്കും എനർജി ടേംസ് ഒന്നും പറയുന്നില്ല. നമ്മൾ നേരത്തെ ആ ടൈം ഡൈലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ജസ്റ്റ് നമ്മൾ എന്തേ പറയുന്നുള്ളൂ, ആ മാസിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി, വെലോസിറ്റിക്ക് അനുസരിച്ച് മാസ് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇനി ഇത് എനർജി റിലേഷനിലോട്ട് ആക്കുന്ന സമയത്ത് നമ്മൾ ന്യൂട്ടന്റെ ലോ എന്നാണ് എന്ത് ചെയ്യുന്നത്, എനർജി റിലേഷൻ, മാസ് എനർജി റിലേഷൻ. ഓക്കെ, മാസ് എനർജി റിലേഷൻ. അപ്പോൾ മാസ് എനർജി റിലേഷനിൽ നമുക്ക് അവിടെ എന്താ, ന്യൂട്ടന്റെ ലോയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ന്യൂട്ടന്റെ ലോയിൽ. അപ്പോൾ അത് ഞങ്ങൾ എടുത്തു വരുന്ന സമയത്ത് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ എടുക്കുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നാണ്. ഓക്കെ, ഡി പി ബൈ ഡി ടി എന്നാണ്. വിച്ച് ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു അറിയാലോ, ലീനിയർ മൊമെന്റ്. പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആയിരിക്കും ലീനിയർ മൊമെന്റ്. അപ്പോൾ ഡി ഇൻറ്റു എം ബി ബൈ ഡി ടി. ഓക്കെ, ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോകും. പക്ഷെ അവിടെ ചെന്നിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ പഴയ കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന കൺസെപ്റ്റ്. ഉടനെ നിങ്ങൾ നേരെ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് പോകും. പോയിട്ട് എം എടുത്ത് പുറത്തിടും, ഡി വി ബൈ ഡി ടി എടുക്കും. ദാറ്റ് ഈസ് ഫിസിക്കൽ ടു എം ഇൻറ്റു എന്ന് എഴുതി വെക്കും. ഇതുവരെ നിൽക്കും. ഓക്കെ, പിന്നെ അടുത്ത എനർജിയിലോട്ട് കൊണ്ടുവരാനായിട്ട് മറന്നും പോകും. അപ്പോൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ സ്പെഷ്യൽ തിയറി ആണ്. സ്പെഷ്യൽ തിയറി നമുക്ക് മാസ് വെലോസിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ എമ്മും വിയും ഇവിടുത്തെ എന്താണ്, ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് റൂളാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. സോ ഡി എം വി ബൈ ഡി ടി, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി വി, സോ ഡി എസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യണം, നമ്മൾ ഡെറിവേറ്റീവ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് ഡെറിവേറ്റീവ് കൊടുത്തിട്ട് നമ്മളവിടെ വർക്കിന്റെ എനർജിയെ അല്ലെങ്കിൽ ഫോഴ്സിനെ വർക്കിന്റെ ഇക്വേഷനിലോട്ട് മാറ്റി ഇ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡി ഇ കെ എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇൻറ്റു ഡി എസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫോഴ്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ സോറി, വർക്ക് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണല്ലേ, എഫ് ഡോട്ട് എസ് ആണ്, എഫ് എസ് കോസ് തീറ്റ ആണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തത്, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി എസ് പ്ലസ് വി ഡി എം ബൈ ഡി ടി ഇൻറ്റു ഡി എസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് നേരത്തെ നമ്മൾ പഠിച്ച ആ ഒരു മാസ് എനർജി റിലേഷൻ, സോറി, മാസ് വേരിയേഷൻ റിലേഷൻസ് കൊടുക്കുക, മാസ് വെലോസിറ്റി, അത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഫേമസ് റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വൈഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ നടക്കുന്നത് ഈ ഒരു കൺവേർഷൻ ആണ്. അവിടെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷന്റെ ബേസിസിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാസ്, അവിടെ മാസ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണമൊക്കെ മാറുന്നതനുസരിച്ചാണ് അവിടെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നേരെ മാസ് എന്തായിട്ട് ചെയ്യുന്നുണ്ട്, അവിടെ മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആൻഡ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന ചാപ്റ്ററിൽ നമുക്ക് അവിടെ നോക്കേണ്ടത്. അപ്പോൾ മെയിൻലി ഇതിനകത്ത് ഞാൻ പറയുന്നത് ലെങ്ത് കോൺട്രാക്ഷൻ്റെയും ഇതിലേക്ക് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, മൈക്കിൾസൺ മോറിലെ എക്സ്പെരിമെന്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ദെൻ ലോറൻസ് ട്രാൻസ്മിഷനും ഗെല്ലിയൻ ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കുഴപ്പമില്ല ഇതിനകത്ത്. അപ്പോൾ ഇത്രയാണ് അതിനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പോവല്ലേ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അവർക്കിപ്പോൾ തോന്നും എസ് ഐ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വന്നെങ്കിൽ ഈസി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ബാക്കി പറഞ്ഞ ടോപ്പിക്സുകളും കറക്റ്റായിട്ട് പഠിക്കുക.